തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഓട്ടത്തിലാണ് മുന്നണികൾ, മുന്നൊരുക്കത്തിലാണ് മുന്നണികൾ. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഏകദേശമൊക്കെ പ്രഖ്യാപിച്ച മട്ടിലാണ്. LDF സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. LDF-ന്റെ ലിസ്റ്റിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. മിക്ക സിറ്റിംഗ് MLA-മാരും LDF-ന് വേണ്ടി മത്സരിക്കും. കോൺഗ്രസിന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന കനകോലു എടുത്തിരിക്കുന്ന തന്ത്രം വളരെ ശ്രദ്ധേയമാണ്. 20 സിറ്റിംഗ് MLA-മാർ, കോൺഗ്രസിലെ 20 സിറ്റിംഗ് MLA-മാർ മത്സരിക്കണം എന്നാണ് കനകോലുവിൻ്റെ റിപ്പോർട്ട്. 20 സിറ്റിംഗ് MLA-മാരും നല്ല പ്രകടനം കാഴ്ചവെച്ചവരാണ് എന്നാണ് കനകോലു പറയുന്നത്. 2 പേർ മത്സരിക്കില്ല. തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരിക്കില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല, പക്ഷേ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തൃപ്പൂണിത്തുറയിൽ K. ബാബുവിന് പകരം പല പേരുകളും കേൾക്കുന്നുണ്ട്. രമേശ് പിഷാരടിയുടെ പേരിനാണ് മുൻതൂക്കം. സിനിമാ നടനും കോൺഗ്രസ് അനുഭാവിയുമായ രമേശ് പിഷാരടി. M. ലിജുവിൻ്റെ പേരും തൃപ്പൂണിത്തുറയിൽ കേൾക്കുന്നുണ്ട്. മറ്റൊരു പേര് ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ്. ഈ 3 പേരിൽ ഒരാൾ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകും. 2 പേരുടെ സ്ഥാനാർത്ഥിത്വം വിവാദത്തിൽ ആയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ്റെയും നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെയും. IC ബാലകൃഷ്ണൻ നിരവധി വിവാദങ്ങളിൽ കുടുങ്ങി. വയനാട്ടിൽ DCC ട്രഷററുടെ ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങളിലൊക്കെ IC ബാലകൃഷ്ണൻ കുടുങ്ങിയെങ്കിലും അദ്ദേഹത്തിന് വയനാട് അസാധ്യമായ ജനസ്വാധീനമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു സുനിൽ കനകോലു. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിക്കും. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി കുടുങ്ങിയത് പീഡന കേസിലാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മുക്തനായി അദ്ദേഹം ജനപ്രിയനായി കഴിഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി നടത്തിയ ഗ്രാമയാത്ര, 20,000-ഓളം വീടുകൾ സന്ദർശിച്ച് നടത്തിയ ഗ്രാമയാത്ര വലിയൊരു സംഭവം തന്നെയായിരുന്നു. അതിലൂടെ എൽദോസ് കുന്നപ്പള്ളി താൻ മണ്ഡലത്തിൽ പ്രിയങ്കരനാണെന്ന് തെളിയിച്ചു. മത്സരിപ്പിക്കില്ല എന്ന് കരുതിയ 2 പേർ, IC ബാലകൃഷ്ണനും എൽദോസ് കുന്നപ്പള്ളിയെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം. അതുപോലെ തൃക്കാക്കരയിൽ ഉമാ തോമസിനെ വെട്ടാൻ ഒരു വിഭാഗം ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം സുനിൽ കനകോലു തകർത്തു. ഉമാ തോമസ് അല്ലാതെ മറ്റൊരാൾ മത്സരിച്ചാൽ തൃക്കാക്കര LDF കൊണ്ടുപോകും എന്ന് സുനിൽ കനകോലു മനസ്സിലാക്കുകയും ഉമാ തോമസിന് സീറ്റ് നൽകുകയും ചെയ്തു. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കുറേ കോൺഗ്രസ്സുകാർ എത്തിയിരുന്നു. എന്നാൽ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ തന്നെ മത്സരിക്കും എന്നാണ് സുനിൽ കനകോലു തീരുമാനിച്ചത്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും മത്സരിക്കും. അവിടെ ഒന്നും ഒരു മാറ്റവുമില്ല. 20 സിറ്റിംഗ് MLA-മാരും തങ്ങളുടെ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണെന്ന് സുനിൽ കനകോലു കണ്ടെത്തി. അത് വലിയൊരു വിജയമാണ് അദ്ദേഹത്തിൻ്റെ. എന്തായാലും തൃപ്പൂണിത്തുറയിൽ പാലക്കാടും മാറ്റമുണ്ടാകും. പാലക്കാട് ഇതുവരേക്കും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് പ്രയാസമാണ് പാലക്കാട്. എന്നാൽ സന്ദീപ് വാര്യർ പാലക്കാട് പോലെ റിസ്ക്കുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന് അറിയില്ല. സുനിൽ കനകോലു ആണ് അന്തിമമായി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പകരം പാലക്കാട് രാഹുലിനെ പോലെ ചുറുചുറുക്കുള്ള ഒരു MLA അല്ലെങ്കിൽ MLA സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് സന്ദീപ് വാര്യരിലാണ്.
പക്ഷേ വാര്യർക്ക് തൃശ്ശൂരോ മറ്റേതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിലോ മത്സരിക്കാനാണ് താല്പര്യം. എന്തായാലും 20 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 2 പേർ നമ്മുടെ കെ ബാബുവും രാഹുൽ മാങ്കൂട്ടത്തിലും മത്സരിക്കില്ല. ബാക്കിയുള്ള 20 സിറ്റിംഗ് MLA-മാരും മത്സരിക്കും എന്ന തീരുമാനം സുനിൽ കനകോലു എടുത്തിരിക്കുന്നു.